ഒരു പാറ അന്വേഷിച്ചതാ നമ്മൾ ശാസ്താംപാറയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ടിക്കറ്റ് 20 രൂപയായിരുന്നു ടിക്കറ്റും കാര്യങ്ങളൊക്കെ. അവിടെ ആയിരുന്നു എൻട്രി പോയിൻ്റൊക്കെ. ആ റോഡ് വഴി ഇങ്ങനെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും സ്റ്റെപ്പും കയറി പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടെയൊക്കെ ദൂരം നടക്കണം. കുറച്ച് മണ്ടയിലോട്ട് കയറിയപ്പോൾ പിന്നെ പാറയുടെ ഇടയിലുള്ള സ്റ്റെപ്പാണ് ഗൈസ്. അവിടെ നിന്ന് അങ്ങോട്ടും പിന്നെ അങ്ങോട്ടും വേണമെന്ന് തോന്നുന്നു. പാറയുടെ ടോപ്പിൽ നമ്മൾ ഇതുവരെ എത്തിയില്ല. ഒരു ചെറിയ വേറൊരു പാറയുടെ മണ്ടയിലോട്ട് ഇങ്ങനെ വന്ന് നിന്നിട്ട് നമ്മളെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ എന്ന് പറയുമ്പം എപ്പോഴും ഉള്ള പോലെ തന്നെ കിഡിലം വ്യൂ ആണ് ഗൈസ്. പക്ഷേ ഇവിടുത്തെ എന്തെങ്കിലും ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല കിഡിലായിട്ട് കാണാൻ അറിയാനൊക്കെ പറ്റും ഓരോ സ്ഥലമൊക്കെ. ഇതിൽ കൂടെ അല്ലേ കണ്ണ് വെച്ചിട്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൂരോട്ടുള്ള കുറേ മലകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നല്ലോണം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ നല്ല ഹൈറ്റുള്ള 2-3 മല നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്ന് അവിടെ, ഒന്ന് ഇവിടെ, പിന്നെ അവിടെ, അങ്ങനെ കുറേ മല ആ സൈഡിലൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇത്രയും നാൾ ചെന്ന പാറയെ കാട്ടുന്നത് നമുക്ക് പിന്നെ നല്ലൊരു കിടിലൻ വ്യൂ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു പാർക്കൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അവിടെയാണ് ആ പാർക്കൊക്കെ വരണത്. ഇവിടെ നിന്ന് അപ്പുറത്തെ പാറയിലോട്ട് പോകാൻ എന്താ ഇങ്ങനൊരു കൈവരി പോലൊരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ടാസ്ക്കാണ് കേട്ടോ. അയ്യോ ഡിസ്റ്റൻസ് നമ്മളങ്ങനെ ആ പാറയിൽ ഈ പാറയിലോട്ട് വന്ന് നമുക്കിനി ഏറ്റവും ടോപ്പിലത്തെ പാറയിലും കൂടെ പോകണം. നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറിയില്ല, അല്ലാതെ തന്നെ നമുക്കൊരു ഏകദേശം ഒരു 180ക്ക് പുറത്ത് ഏകദേശം ഒരു 270 ഡിഗ്രിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മണ്ടയിൽ ഒരു സാധനം, അങ്ങനെ ഒരു സാധനമുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം അത്രയും ദൂരത്താണ് സാധനം ഉള്ളത്. സൂര്യമാമൻ ആ സ്പോട്ടിലാണ്. എന്തിനാണെന്ന് അറിഞ്ഞുകൂടെ. ഇതിന് മണ്ടയിൽ പോസ്റ്റ് സാധനമൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പാറയിൽ നിന്ന് ഏറ്റവും ടോപ്പിലെ പാറ അവിടെയാണ്. അവിടെ കയറാനായിട്ട് ഇതേപോലെ സ്റ്റെപ്പും പിന്നെ അതുപോലെ തന്നെ പിടിച്ച് കയറാനായിട്ട് മറ്റു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് വ്യൂ നമുക്ക് അൺലോക്ക് ചെയ്ത് വ്യൂ നോക്കാം. അതുകൊണ്ട് ഇതാണ് സ്റ്റെപ്പൊക്കെ. അപ്പം പയ്യെ വലിഞ്ഞഴഞ്ഞ് ഇങ്ങനെ കയറണം. ഇവിടെ നിന്ന് പാറയാണ്, സ്റ്റെപ്പില്ല, കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ. അപ്പം ഇത്തിരി ടാസ്ക്കാണ്, കുഴപ്പമില്ല. ആ പാറയിലെ മണ്ടയിൽ പോയി, അതുപോലെ തന്നെ നടുക്കത്തെ പാറയിൽ അവിടെയും കയറി. അതിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ പാറയിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞ് ഇച്ചിരി അൺറേറ്റഡ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ ശാസ്താംപാറ. പക്ഷേ കൊള്ളാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ എവിടെയാണ് ഏതൊക്കെ സ്ഥലമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നും മനസ്സിലാവണില്ല. കുറേ മല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. നല്ല കിടിലും മുതുക്കം മലയായിരുന്നു അവിടെ. ആ സൈഡിലൊക്കെ സ്ഥലം വീണ്ടും പറയുകയാണ്, സെറ്റാണ്, ടോപ്പാണ്. വ്യൂ ഒക്കെ കൊള്ളാം. നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. വന്ന് കുറച്ച് നേരം ഒരു ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ശാന്തമായിട്ടിരുന്നിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഈ സ്ഥലം. ഇവിടെ എന്തിനാ സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മലയുടെ ഏറ്റവും മണ്ടയിൽ എന്തിനാണ് വെച്ചേക്കണമെന്ന് എനിക്കറിയാൻ വയ്യ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അവിടെ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പം ക്ലോത്തിൻ്റെ ഔട്ടർ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെന്നെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പം ഞാൻ പയ്യെ ഇങ്ങോട്ട് മാറി. 2 കാര്യമുണ്ട്. ഒന്ന്, ഞാൻ വ്ളോഗ് എടുക്കണ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ വ്ളോഗ് എടുക്കണ വേറെ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഓടി പെട്ടെന്ന് നടന്നൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ടോപ്പിൽ 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റിയ ഒരു പാറയും കൂടിയാണ് ഈ ശാസ്താംപാറ. അപ്പം അത് ഞാനായിട്ട് പറഞ്ഞൊരു ഡയലോഗാണ് ഗൈസ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. അടുത്ത വ്ളോഗിൽ പുതിയൊരു സ്ഥലമായിട്ട് വരാം. അതുവരേക്കും ബൈ, ടാറ്റാ. ഞാൻ തോണ്ടേ പാറയുടെ ഇങ്ങറ്റത്തായിട്ട് എന്ന് പറയുമ്പം അവിടെയാണ് മറ്റേ സോളാറിൻ്റെ സാധനമൊക്കെ വെച്ചേക്കണത്. അവിടെ നിന്ന് ഇങ്ങൊരറ്റത്തോട്ട് പയ്യെ ഇങ്ങനെ നടന്ന് ഇറങ്ങി വന്നിട്ട് താഴോട്ട് നോക്കിയപ്പോൾ കണ്ട ഒരു ചെറിയൊരു ഗുണ കേവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഗുണ കേവ് എന്നൊന്നും പറയാൻ പറ്റില്ല, പാറ പോലെ ഇരിക്കണം. എന്തായാലും വല്ല ഗുഹ വല്ലതും ആയിരിക്കും. എന്തായാലും ഇവിടെ നല്ല വഴുതി വീണ് കഴിഞ്ഞാൽ തീർന്നു ഗൈസ്, തീർന്ന് ചത്ത് അവിടെ പോയി കഴിഞ്ഞാൽ. അങ്ങനെയൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ ഗുഹ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻസ് പ്രകൃതി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.